വെറും 5 മിനിറ്റ് കൊണ്ട് 300 രൂപ ഏൺ ചെയ്താലോ? അങ്ങനെ ഒരു വെബ്സൈറ്റിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ പോലും ഇൻവൈറ്റ് ചെയ്യേണ്ട, ടാസ്ക് ചെയ്യേണ്ട, സ്പിൻ ചെയ്യേണ്ട, സ്ക്രാച്ച് ചെയ്യേണ്ട, ആപ്പ് ടാസ്ക് ചെയ്യേണ്ട, അങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യേണ്ട. വെറും 5 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു 300 രൂപ കിട്ടുന്നതായിരിക്കും. ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഫുൾ പ്രോസസ്സ്. പിന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 എന്നല്ല 500, 1000, 2000 ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. കാരണം പെർ റഫർ ഇവർ കൊടുക്കുന്നത് 50 രൂപയാണ്. നമുക്ക് ഒരു ടാസ്കും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാം. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ക്രോമിലേക്കോ ഗൂഗിളിലേക്കോ നിങ്ങളുടെ ഒരു ബ്രൗസറിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ സൈറ്റിൻ്റെ പേര് വരുന്ന 99acres.com എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലത്തിനും റിവ്യൂ കൊടുക്കുക. ഒറ്റൊരു സ്ഥലത്തിന് റിവ്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 150 രൂപയായിരിക്കും. ആ ഒരു റിവ്യൂവിൻ്റെ കൂടെ നമ്മളൊരു 3-4 ഫോട്ടോസും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് 150, 300 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് റിവ്യൂവിൻ്റെ 150ഉം ഫോട്ടോസിന് 150ഉം കൂടി 300 രൂപ കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ ബംഗളൂരു, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കട്ട, അതുപോലെ അഹമ്മദാബാദ്, ഇത്ര സ്ഥലത്തിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കും. അതൊന്നും യാതൊരു കുഴപ്പമില്ല. എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമുക്കവിടെ കാണാൻ സാധിക്കും സെലക്ട് യുവർ സൊസൈറ്റി ലൊക്കാലിറ്റി ടു റിവ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കാലിറ്റിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ അവർ പറഞ്ഞ സ്റ്റേറ്റ്, അതായത് പൂനെ, അഹമ്മദാബാദ്, ബംഗളൂരു, അങ്ങനെ കൊൽക്കട്ട കുറച്ച് സ്റ്റേറ്റ് കൊടുത്തിട്ടില്ലേ, ആ സ്റ്റേറ്റിൽ നിന്നായിരിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിപ്പോൾ ഏതായാലും ബാംഗ്ലൂരിലാണ്. ഞാൻ എൻ്റെ തന്നെ സ്ഥലം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സ്ഥലം അവിടെ ഉണ്ട്. സോ എനിക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആ സ്ഥലത്തിൻ്റെ തന്നെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്, മജസ്റ്റിക്, അതുപോലെ MG റോഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ആക്കി നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ മതി, കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ടെനൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ് വയ്ക്കും. നിങ്ങളൊരു 2 വർഷം വല്ലതും കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ കുറച്ച് ഒരു 4-5 റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവിടെ സ്റ്റാർ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരു എന്ന് വെച്ചാൽ കാണുമ്പോൾ അവർക്ക് തോന്നണം നമ്മൾ അവിടെ ജീവിക്കുന്ന ആളാണ്, നമുക്ക് അവർക്ക് തോന്നണം. മാനുവലിയാണ് ചെക്ക്. സോ നിങ്ങളൊരു 3, 4 അങ്ങനെ എല്ലാം നിങ്ങൾ 5 സ്റ്റാറും 4 സ്റ്റാറും കൊടുക്കാണ്ട് ഇടയ്ക്ക് 3, ഇടയ്ക്ക് 4, ഇടയ്ക്ക് 5, ഇടയ്ക്ക് 2 കൊടുക്കണ്ട. 3, 4, 5 ഈ ഒരു 3 കൗണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക. അതിനുശേഷം അവിടുത്തെ അടുത്തായിട്ട് ചോദിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്ഥലത്തിൻ്റെ പോസിറ്റീവ്സ് എന്നാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടിയിൽ കുറേ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹിൻഡൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവില്ല. കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് 100% കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ പേരും പോസിറ്റീവ് റിവ്യൂസ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നമുക്കവിടെ അതിൻ്റെ കുറച്ച് പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അവിടുന്ന് നിങ്ങൾ കോപ്പി ചെയ്യാണ്ട് നിങ്ങളത് മാനുവലി ടൈപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതേപോലെ തന്നെ അച്ചടിച്ച് വെക്കരുത്. ഇടയ്ക്ക് നിങ്ങളുടേതായ വേർഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നണം നമ്മൾ അവിടെ ഉള്ളതാണെന്ന് അവർക്ക് തോന്നണം. നമുക്ക് ഏതായാലും 300 രൂപ നമുക്ക് തരുന്നതാണ്. സോ അതനുസരിച്ചുള്ള ജസ്റ്റ് ഒരു വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു എഫേർട്ട് ഇടണ്ടേ. അപ്പം ഞാനിപ്പോൾ ഏതായാലും ഒരു 300 വേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അവർ പറഞ്ഞേക്കുന്ന 100 വേർഡ്സ് മിനിമം എന്നാണ്. പക്ഷെ നിങ്ങളൊരു 300 വേർഡ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ 300 വേർഡ്സ് എഴുതുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് സ്ഥലത്തിൻ്റെ നെഗറ്റീവ് കൊടുക്കാനുള്ള സംഭവമുണ്ട്. നെഗറ്റീവിൻ്റെ ഹിൻറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ മാനുവലി ടൈപ്പ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യരുത്, പേയ്മെൻറ്റ് കിട്ടൂല. അപ്പോൾ ഞാൻ ഏതായാലും അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് ഉള്ളതുകൊണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഗൂഗിളും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാമല്ലോ പോസിറ്റീവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ബാംഗ്ലൂരോ അഹമ്മദാബാദോ അവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. കേരളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടുന്നൊക്കെ നോക്കി നിങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയി റിവ്യൂ ചെയ്യുക.
അപ്പോൾ ഇത്രയുള്ള സംഭവം, ഇത്രയും കാര്യം ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു വർക്കും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇനി അവിടെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ 150 രൂപയെ കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് 300 കിട്ടണമെങ്കിൽ നമ്മളൊരു 3-4-5 ഫോട്ടോസും കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഫോട്ടോസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിന് റിവ്യൂ ചെയ്യാൻ കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി 3-4 ഫോട്ടോസ് അപ്ലോഡ് ചെയ്താൽ മതി എന്തിൻ്റെയെങ്കിലും. പക്ഷെ നിങ്ങൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ആ സ്ഥലത്തിൻ്റെ പേരും അതിൻ്റെ ഫോട്ടോസും കൂടെ അടിച്ചു കൊടുത്താൽ മതി. കുറേ ഫോട്ടോസ് വരും. അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു ഫോട്ടോസ് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളിവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാനിത് 100% ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾ മാനുവലായിട്ട് ഫോണിൻ്റെ ക്യാമറയിൽ എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ഗൂഗിളിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ഓപ്ഷൻ മാത്രമാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അവരിത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ പിന്നെ അവർ തരത്തില്ല. അപ്പോൾ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 150 കിട്ടിയില്ലെങ്കിലും മറ്റേ റിവ്യൂവിന് 150 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഏതായാലും ഒരു 6 ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോസാണ്, കാരണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ നെയിമും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ UPID, അതായത് നമുക്ക് എങ്ങോട്ടാണോ പേയ്മെൻറ്റ് വേണ്ടത് അങ്ങോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് Paytm നമ്പർ ആണെങ്കിൽ Paytm നമ്പർ .wallet അടിച്ച് Paytm എന്നുള്ള ട്രിക്ക് യൂസ് ചെയ്യാൻ മതി, വാലറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങളുടെ എന്താ പറയുക ഈ UPID കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വിത്തിൻ 7 ഡേയ്സ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്കവിടെ കാണാൻ സാധിക്കും റിവ്യൂ അണ്ടറാണ്. നമുക്കവിടെ നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 7 അല്ലെങ്കിൽ 14 ദിവസമൊക്കെ എടുക്കും നമുക്ക് റിവ്യൂ ചെയ്ത് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റിവ്യൂ ചെയ്തതിന് പേയ്മെൻറ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോണിൽ നിന്നല്ല നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതെങ്കിൽ ഒരു 50-50 ചാൻസ് ആണ്. ഓക്കെ, പിന്നെ നമുക്കവിടെ നോക്കുവാണെങ്കിൽ ഒരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നമുക്കവിടെ കോപ്പി ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പെർ ഇൻവൈറ്റ് 50 രൂപ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് 50 രൂപ കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം ടൈം ഗ്യാപ്പ് എടുക്കുക, അതായത് 7-8 ദിവസമൊക്കെ എടുക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ. ഇന്ന് തന്നെ കിട്ടുന്നവർക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് ചെയ്ത് വെക്കുക, അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ എങ്ങോട്ടാണോ കൊടുത്തത് അങ്ങോട്ട് വിഡ്രോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. വെറും 5 മിനിറ്റിൻ്റെ പോലും പരിപാടിയില്ല. എൻ്റെ വീഡിയോ തന്നെ ഏകദേശം 7.5 മിനിറ്റേ ഉള്ളൂ. എൻ്റെ കുറച്ച് പറച്ചിലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ. സോ നിങ്ങളിത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കൊരു 5 മിനിറ്റ് പോലും എടുക്കില്ല. നിങ്ങൾക്ക് 300 അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയിലേക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ബാംഗ്ലൂരോ കൊൽക്കട്ടയൊക്കെ ഉള്ള സ്ഥലത്തോളം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോസ് എടുക്കുന്ന അനുസരിച്ച് അത് ഗൂഗിളിൽ നിന്ന് അവരത് മനസ്സിലാക്കിയാൽ ആ ഒരു 150 കിട്ടത്തില്ല, മെറ്റേന് 150 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.